പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസുകാർക്ക് വെട്ടേറ്റു. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് രാജ്യാന്തര ലഹരിക്കടത്ത് ബന്ധം. വിവാഹമോചനത്തിന് ശ്രമിച്ച യുവതിയെ ആക്രമിച്ച് ഭർത്താവ്. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. പട്ടാപ്പകൽ വീട് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ കേസിൽ ലഹരിക്കടത്തുകാരനും മോഷ്ടാവും അറസ്റ്റിലായി. ചാരുമൂട് സ്വദേശിയായ ഷൈജു ഖാൻ, അമരപ്പുഴ സ്വദേശി പൊടിമോൻ എന്നിവരെയാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. താമരക്കുളം സ്വദേശി സതിയമ്മയുടെ വീട് കുത്തിത്തുറന്നാണ് സ്വർണവും പണവും മോഷ്ടിച്ചത്. മാർച്ച് 24-നാണ് കേസിനാസ്പദമായ സംഭവം. താമരക്കുളം സ്വദേശിയായ സതിയമ്മയുടെ വീട് കുത്തിത്തുറന്ന് 1 പവന്റെ വളയും 52,000 രൂപയുമാണ് പ്രതികൾ കവർന്നത്. ചാരുമൂട് ജംഗ്ഷനിൽ മുറുക്കാൻ കട നടത്തുകയാണ് സതിയമ്മ. ഇവർ രാവിലെ കടയിലേക്ക് പോയാൽ സന്ധ്യയ്ക്കാണ് മടങ്ങിയെത്തുക. ഇതറിയാവുന്ന ഷൈജു ഖാനാണ് മോഷണം ആസൂത്രണം ചെയ്തത്. സംഭവ ദിവസം തലവേദനയായതിനാൽ വൈകിട്ട് 3 മണിയോടെ സതിയമ്മ വീട്ടിലെത്തിയപ്പോൾ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു. വീട്ടിലെ അലമാര കുത്തിത്തുറന്ന് സാധനങ്ങളും വാരി വലിച്ചിട്ടിരുന്നു. സതിയമ്മ നൂറനാട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. സ്കൂട്ടറിൽ ഹെൽമറ്റ് ധരിച്ചും മുഖം മറച്ചും ഗ്ലൗസ് ധരിച്ചും 2 പേർ വരുന്നതും പോകുന്നതുമായ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞെങ്കിലും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരുന്നത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായി. പിന്നീടുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ ഒളിവിൽ കഴിയുന്നതായി പോലീസിന് വിവരം ലഭിച്ചത്. ഓച്ചിറയ്ക്ക് സമീപം ദേശീയപാതയിൽ പിക്കപ്പ് വാൻ ഓടിച്ചു വരുമ്പോഴാണ് ഷൈജു ഖാനെ പിടികൂടിയത്. പൊടിമോനെ പുതുപ്പള്ളിയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഷൈജു ഖാൻ കഞ്ചാവ് കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. നൂറനാട് ഇൻസ്പെക്ടർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, ആലപ്പുഴ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച ചിത്രകാരി ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിലാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തത്. കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. കൃഷ്ണചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ ജസ്ന സലീം കഴിഞ്ഞ ജന്മാഷ്ടമി നാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ കേക്ക് മുറിച്ച് വീഡിയോ ചിത്രീകരിച്ചത് ഏറെ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് ക്ഷേത്രനടയിൽ വീഡിയോ ചിത്രീകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിച്ച ദേവസ്വത്തിന്റെ ഹർജിയിൽ ഇത്തരം ചിത്രങ്ങളെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കരുതെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് ഗുരുവായൂർ ഉത്സവവേളയിൽ വീണ്ടും ജസ്ന വീഡിയോ ചിത്രീകരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഭണ്ഡാരത്തിന് മുകളിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് പോലീസ് എഫ്ഐആറിലുള്ളത്. ഈ സംഭവത്തിലാണ് ദേവസ്വം പരാതി നൽകുകയും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ജനം, തൃശൂർ. ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫ് കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. 1-ാം പ്രതി ജോമോന്റെ ബന്ധുവും സഹായിയുമായ എബിനാണ് അറസ്റ്റിലായത്. കുറ്റകൃത്യത്തിന് ശേഷം ജോമോൻ ആദ്യം ഫോണിൽ വിളിച്ചത് എബിനെയാണ്. ജോമോന്റെ ഭാര്യയെയും പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. ബിസിനസ് പങ്കാളി ബിജുവിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകുന്നതുൾപ്പെടെയുള്ള കൃത്യമായ വിവരങ്ങൾ അറിയാവുന്ന ആളാണ് എബിൻ. 1-ാം പ്രതി ജോമോൻ പിടിയിലായ എബിനുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. കലയന്താനിയിലെ ഗോഡൌണിൽ ബിജുവിന്റെ മൃതദേഹം മറവ് ചെയ്ത ശേഷം ദൃശ്യം 4 നടത്തിയെന്ന് ജോമോൻ ഫോണിൽ വിളിച്ചു പറഞ്ഞത് എബിനോടാണ്. പ്രതികൾ തൊടുപുഴയിൽ എത്തിയത് മുതൽ എല്ലാ വിവരങ്ങളും എബിന് അറിയാമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ജോമോനും എബിനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊലപാതകത്തിന് ശേഷം പുതിയ ഫോൺ വാങ്ങുന്നതിനായി 25,000 രൂപ ജോമോൻ എബിനിൽ നിന്ന് കൈപ്പറ്റിയിരുന്നു. ഗൂഢാലോചന, കുറ്റകൃത്യം, മറച്ചുവെക്കൽ
തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തെളിവെടുപ്പിന് ശേഷം എബിനെ റിമാൻഡ് ചെയ്തു. കേസിലെ മറ്റു പ്രതികളായ ജോമോൻ, മുഹമ്മദ് അസ്ലം, ജോമിൻ കുര്യൻ എന്നിവരുടെ കസ്റ്റഡി കാലാവധിയും ഇന്ന് അവസാനിക്കും. കേസിൽ ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം. ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ നേരിട്ട് എത്തിയിട്ടില്ല. ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ജനം, ഇടുക്കി. തിരുവനന്തപുരം വർക്കലയിൽ യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം. ഭർത്തൃ വീട്ടിലെ ക്രൂരതകളെക്കുറിച്ച് പരാതി നൽകിയിട്ടും പോലീസ് അവഗണിച്ചുവെന്ന് മരിച്ച രേഷ്മയുടെ കുടുംബം. ഭർത്താവിൻ്റെ ഭീഷണി സന്ദേശവും മർദ്ദന ദൃശ്യങ്ങളും പോലീസ് പരിഗണിക്കുന്നില്ല എന്നും ആരോപണം. രേഷ്മയുടെ ഭർത്താവ് രാജേന്ദ്രൻ്റെ ശബ്ദ സന്ദേശം പുറത്ത്. നിന്നാണ് കള്ളം പറയല്ല, വല്ലവന്റെ കണ്ടിട്ട് എന്നെ ഇവിടെ ഇട്ട് പ്രാന്തടിപ്പിച്ചുകൊണ്ടിരുന്ന നിന്നെ ഞാൻ ഇവിടെ വരുമ്പോ കൊല്ലും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ നിന്റെ കല്ലുകൂടിയിൽ സംശയവും അത് എന്ന് തീരുന്നോ അന്ന് എനിക്ക് മനസ്സമാധാനവും സന്തോഷവും കിട്ടും. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 26-നാണ് രേഷ്മയെ വർക്കലയിലെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിന്ന് പോലീസ് ഒഴിഞ്ഞു മാറുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മർദ്ദന ദൃശ്യങ്ങൾ അടങ്ങിയ ഫോൺ പോലും പരിശോധിച്ചില്ലെന്നും രേഷ്മ ആത്മഹത്യ ചെയ്തുവെന്ന FIR കളവാണെന്നും കുടുംബം പറഞ്ഞു. എന്റെ മൊഴി എടുത്ത സാറ് ജയരാജൻ എന്ന് പറയുന്ന ഈ സാറോട് പറഞ്ഞു, കരഞ്ഞും പിഴിഞ്ഞ് നിൽക്കുന്നവരെ കൊണ്ടൊന്നും മൊഴി എടുക്കാൻ പറ്റത്തില്ല. എന്നിട്ടും കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് പരമാവധി ഞാൻ പിടിച്ചു നിന്നു കരയാതിരിക്കാൻ. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. അതിനിടയ്ക്ക് വെച്ച് വേറൊരു സാറ് എന്ന് വെച്ചാൽ സാറേ മൊഴി ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു, നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം, ഇയാൾ വേറെ ഡ്യൂട്ടിയിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ സാറ് മൊഴിയെടുത്തത്. അതേസമയം അച്ഛൻ അമ്മയെ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് രേഷ്മ രാജേന്ദ്രൻ ദമ്പതികളുടെ മകളും പറയുന്നു. കള്ളം കുടിച്ചിട്ട് വരുമ്പോ അടിക്കും അമ്മേനെ. അന്ന് വീട്ടിൽ വെച്ച് വന്നപ്പം വീട്ടിൽ ഞാനും ഉണ്ടായിരുന്നു. വീട്ടില് അച്ഛൻ പറഞ്ഞ് അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ എന്താന്ന് അവളെ വയറ്റില് പിച്ചാത്തി കുത്തി കയറ്റുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ അന്ന് ഉത്സവമായിരുന്നു. അവിടെ വെച്ച് ആ സൈഡിൽ വെച്ച് അമ്പലത്തിൻ്റെ ആ സൈഡിൽ വെച്ച് അമ്മേനെ കുറെ അടിച്ചായിരുന്നു അച്ഛൻ. മരണത്തിൽ സംശയമുണ്ടെന്ന് കുടുംബം പോലീസിനെ അറിയിച്ചിരുന്നതാണെന്നും എന്നാൽ FIR വന്നപ്പോൾ ആ മൊഴി അതിലില്ലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ കേസിൽ രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. പലതവണ രാജേന്ദ്രനെ കുറിച്ചുള്ള പീഡനങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നെങ്കിലും യാതൊരു തരത്തിലുമുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. ജനം, തിരുവനന്തപുരം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി സുൽത്താൻ അക്ബർ അലിക്ക് സ്വർണ്ണക്കടത്തുമുണ്ടായിരുന്നതായി എക്സൈസ്. സാധാരണക്കാരായ കരിയർമാരെ ഉപയോഗിച്ചായിരുന്നു സ്വർണം കടത്തിയിരുന്നതെന്നാണ് സൂചന. ഇയാളിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണിലാണ് സ്വർണം കടത്താൻ ഉപയോഗിച്ച കാരിയർമാരുടെ വിവരങ്ങളുള്ളത്. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണും ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങാനെന്ന പേരിൽ വിദേശയാത്രകൾ നടത്തിയിരുന്ന സുൽത്താൻ അക്ബർ അലി അവിടെ നിന്ന് നാട്ടിലെത്തുന്നവരെയാണ് കാരിയർമാർ ആക്കിയിരുന്നതെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം. 10 മുതൽ 25 പവൻ വരെ സ്വർണം വീതമാണ് ഓരോരുത്തരിലൂടെയും കടത്തിയത്. ശരീരത്തിൽ ധരിച്ചും വസ്ത്രത്തിലും ബാഗിലും ഒളിപ്പിച്ചുമാണ് സ്വർണം കടത്തിയിരുന്നതെന്നാണ് എക്സൈസിന് വിവരം ലഭിച്ചത്. വിമാനത്താവളത്തിൽ ഏതെങ്കിലും വിധത്തിൽ പിടിക്കപ്പെട്ടാൽ നികുതിയടച്ച് മറ്റ് നിയമ നടപടികൾ ഒഴിവാക്കും. ഇതിലൂടെ കാരിയർമാർ പിടിയിലാകാതെ ശ്രദ്ധിച്ചിരുന്നു. പ്രതിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് എക്സൈസ്. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതോടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വിവരം കൈമാറും. കേസിലെ 1-ാം പ്രതിയും സുൽത്താൻ അക്ബർ അലിയുടെ ഭാര്യയുമായ തസ്ലീമ സുൽത്താന, 2-ാം പ്രതി ഫിറോസ് എന്നിവരെയും സുൽത്താൻ അക്ബർ അലിയെയും അടുത്തയാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് അറിയിച്ചു. തസ്ലീമ സുൽത്താനയുടെ ഫോണിൽ പേരുകളുണ്ടായിരുന്ന സിനിമാ നടന്മാരിൽ ഒരാളായ ശ്രീനാഥ് ഭാസിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അടുത്തയാഴ്ച നോട്ടീസ് നൽകിയേക്കും. ജനം, ആലപ്പുഴ. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ 5.5 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. UP സ്വദേശികളായ സുശീൽ കുമാർ, രാംരത്തൻ സഹിനി എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ കൂട്ടുപുഴയിൽ ലഹരി മരുന്നുകളുമായി തൃശൂർ സ്വദേശിയെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്നും ഹാഷിഷ് ഓയിലും കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു.
വാഹന പരിശോധനയ്ക്കിടെയാണ് വളപട്ടണം പോലീസ് കഞ്ചാവുമായി വന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ പിടികൂടിയത്. പോലീസിനെ കണ്ട് ഭയന്ന് കയ്യിലുണ്ടായിരുന്ന ബാഗ് ഇവർ മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ട് സംശയം തോന്നിയ പോലീസുകാർ ബാഗ് പരിശോധിച്ചപ്പോഴാണ് 5.5 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. തുടർന്ന് കഞ്ചാവ് കടത്തിയ UP സ്വദേശികളായ സുശീൽ കുമാർ, റാം റപ്തൻ സഹനി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒഡീഷയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവ് ചില്ലറ വിൽപ്പന ലക്ഷ്യമിട്ടാണ് കണ്ണൂരിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതിനിടെ കണ്ണൂർ കൂട്ടുപുഴയിൽ ലഹരി വസ്തുക്കളുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി. തൃശൂർ സ്വദേശി സെരിറ്റ് സെബാസ്റ്റ്യനാണ് പിടിയിലായത്. 360 ഗ്രാം ഹാഷിഷ് ഓയിലും 1.5 ഗ്രാം കഞ്ചാവും ഇയാളുടെ കയ്യിൽ നിന്ന് പിടികൂടി. ഇരിട്ടി പോലീസും റൂറൽ SP-യുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത്. ജനം, കണ്ണൂർ. കൊല്ലം കടയ്ക്കലിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും 700 കിലോയോളം വരുന്ന നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. ചടയമംഗലം എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. മുക്കുടം സ്വദേശി സിയാദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സൂപ്പർ മാർക്കറ്റ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കടയ്ക്കൽ, ആനപ്പാറ ഭാഗങ്ങളിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. കടയ്ക്കൽ കുമ്മിൾ റോഡിൽ പ്രവർത്തിച്ചു വരുന്ന പനമ്പള്ളി സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിനുള്ളിലെ ഷെഡിലാണ് ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നത്. 700 കിലോയോളം വരുന്ന വിപണിയിൽ 10 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്നതാണ് പിടിച്ചെടുത്ത നിരോധിത ലഹരി വസ്തുക്കൾ. മുക്കുന്നം സ്വദേശി സിയാദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സൂപ്പർ മാർക്കറ്റ്. സിയാദിനെതിരെ മുൻപും സമാന സ്വഭാവത്തിലുള്ള കേസുകൾ ചടയമംഗലം എക്സൈസ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കടയ്ക്കൽ, കുമ്മിൾ മേഖലകളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് നിരോധിത ലഹരി വസ്തുക്കൾ. ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ആയൂർ, കടയ്ക്കൽ, ഇട്ടിവ മേഖലകളിൽ നിന്നായി 1 ടണ്ണിലധികം നിരോധിത ലഹരി വസ്തുക്കളാണ് പിടികൂടിയിട്ടുള്ളത്. ഇതോടെ മേഖലയിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് എക്സൈസ് സംഘം. ജനം, കൊല്ലം. കൊല്ലം പുനലൂരിൽ അനധികൃതമായി ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 16.5 ലക്ഷം രൂപയുമായി ഒരാൾ പിടിയിലായി. മധുരൈ സ്വദേശി നവനീത് കൃഷ്ണയാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. രാവിലെ ചെന്നൈയിൽ നിന്ന് വരുന്ന ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് പുനലൂരിൽ വെച്ച് നവനീത് കൃഷ്ണ പിടിയിലായത്. ഇയാളുടെ പക്കൽ 16,56,000 രൂപയുണ്ടായിരുന്നു. അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നതായിരുന്നു തുക. തമിഴ്നാട് മധുരൈ സ്വദേശിയാണ് പിടിയിലായ നവനീത് കൃഷ്ണ. കൊണ്ടുവന്ന പണത്തിന് ഉറവിടമോ മറ്റ് രേഖകളോ ഹാജരാക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല. റെയിൽവേ പോലീസും RPF-ഉം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ഇയാളെ സ്റ്റേഷനിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്തു. നവനീതിന്റെ മറ്റു ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം വൻതോതിൽ ലഹരി പദാർത്ഥങ്ങളും കുഴൽപ്പണവും വരുന്നതായുള്ള വിവരം സംസ്ഥാന റെയിൽവേ പോലീസ് മേധാവിക്ക് ലഭിച്ചിരുന്നു. ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസിൽ പരിശോധന നടത്തിയപ്പോൾ അതിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരാൾ ഒരു അസ്വാഭാവികമായ രീതിയിൽ നിൽക്കുന്നത് കണ്ട് ഞങ്ങൾ പുനലൂർ വെച്ച് അദ്ദേഹത്തെ പരിശോധിച്ചതിൽ അദ്ദേഹത്തിന്റെ ഒരു തുണി കൊണ്ട് നിർമ്മിച്ച ബെൽറ്റിൽ ഉള്ളിലായി 16.5 ലക്ഷം രൂപ 500 രൂപയുടെ കറൻസി നോട്ടുകൾ കൊണ്ടുവന്നതായിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ഇവിടെ പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴത്തേന് അത് ഇന്ത്യൻ കറൻസി ആണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാനെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. വേനൽ അവധിക്കാലമായതിനാൽ ട്രെയിനിൽ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം RPF-ഉമായി ചേർന്ന് സംയുക്തമായി കഴിഞ്ഞ 2 മാസക്കാലമായി ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന നടത്തി വരികയാണ് റെയിൽവേ പോലീസ്. ജനം, കൊല്ലം. തൃപ്പൂണിത്തുറയിൽ പടക്കക്കടകളിൽ പോലീസിന്റെ പരിശോധന. മതിയായ ലൈസൻസുകളില്ലാത്ത പടക്കക്കടകൾ പൊട്ടിച്ചു. പുതിയകാവ് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ലൈസൻസ് ഇല്ലാത്ത കടകളാണ് അധികൃതർ ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത്. നടപടികൾ എപ്പോഴായിരുന്നു? മറ്റു വിവരങ്ങൾ കൂടി.
KP ഇന്ന് രാത്രിയോടുകൂടിയാണ് പോലീസ് വിവിധ ഭാഗങ്ങളിൽ പരിശോധനയ്ക്ക് എത്തിയത്. 8 മണിക്ക് ശേഷമാണ് തൃപ്പൂണിത്തുറയുടെ വിവിധ ഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥർ തൃപ്പൂണിത്തുറയുടെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത്. പ്രധാനമായും ജനവാസ കേന്ദ്രങ്ങളിലുള്ള പടക്കക്കടകൾ എല്ലാം പരിശോധന നടത്തിയത്. കാരണം നേരത്തെ പുതിയകാവിൽ അപകടമുണ്ടായി. വെടിക്കെട്ട് അപകടത്തിൽ 2 പേർ മരണമടഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിനുശേഷം വലിയ തോതിൽ തന്നെ പടക്കക്കടകളും ഇത്തരത്തിലുള്ള ലൈസൻസുകൾ സംബന്ധിച്ചുള്ള പരിശോധനകൾ അന്വേഷണം കാര്യമായി തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു. മതിയായ ലൈസൻസുകൾ ഇല്ല എന്ന് കണ്ടെത്തിയതും ഒപ്പം തന്നെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ തിരക്കേറിയ വീടുകൾക്കരികിലെല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്ന പടക്കക്കടകളാണ് പൂട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയത്. കാരണം പോലീസ് വ്യക്തമാക്കുന്നത് ഇത്തരം പടക്കക്കടകൾ വലിയ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. തിരക്കേറിയ സ്ഥലങ്ങളിലും ഒപ്പം തന്നെ അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലങ്ങളിലും എല്ലാം തന്നെ പടക്കക്കടകൾ ആരംഭിക്കാനോ അല്ലെങ്കിൽ പടക്കം വിൽപ്പന നടത്താനോ ഉള്ള അനുമതിയില്ല. ഇത് ലംഘിച്ചുകൊണ്ട് പടക്കം വിൽപ്പന നടത്തി എന്ന് കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനകൾ വരും ദിവസങ്ങളിലും വിഷുവിന് മുമ്പായി വലിയ പരിശോധനകൾ നടക്കുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പടക്ക വിപണികളായി മാറിയിട്ടുള്ള പറവൂരിലടക്കം പോലീസിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. കണക്കിൽ അധികം പടക്കം സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഈ പടക്കങ്ങൾ അവിടെ വിൽക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമുള്ള ലൈസൻസുകൾ ഉണ്ടായിരുന്നോ, മതിയായ അഗ്നിശമന സേനാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ, അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. KP ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. കരുവന്നൂർ കള്ളപ്പണ കേസിൽ കുറ്റപത്രം തയ്യാറാവുകയാണ്. തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിലെ CPM ജില്ലാ സെക്രട്ടറിമാരും പ്രതികളാകാനാണ് സാധ്യത. നേരിട്ട് ഇടപെടലുകൾ നടത്തിയവരെ പ്രതികളും മറ്റ് നേതാക്കളെ സാക്ഷികളുമാക്കും. കെ രാധാകൃഷ്ണൻ MPയുടെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയായതോടെയാണ് കുറ്റപത്രത്തിന്റെ അന്തിമരൂപം തയ്യാറാകുന്നത്. ഈ മാസം അവസാന വാരം കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. തട്ടിപ്പ് നടന്ന 2011-2021 കാലഘട്ടത്തിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്നവരിൽ ചിലർ പ്രതികളായേക്കും. കരുവന്നൂർ ബാങ്കിലെ വായ്പകളിൽ നേരിട്ട് ഇടപെടലുകൾ നടത്തിയവർ പ്രതികളാകുമ്പോൾ നേരിട്ട് പങ്കാളികളല്ലാത്തവരും എന്നാൽ പാർട്ടിക്ക് ബാങ്കിലുള്ള സാമ്പത്തിക ഇടപാടുകളും അക്കൗണ്ട് വിവരങ്ങളും അറിയാമായിരുന്ന ചില നേതാക്കളെ സാക്ഷികളാക്കും. 2016-2018 കാലത്ത് ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ രാധാകൃഷ്ണൻ MP പ്രധാന സാക്ഷികളിൽ ഒരാളാകാനും സാധ്യതയുണ്ട്. കരുവന്നൂർ ബാങ്കിൽ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് അക്കൗണ്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത രാധാകൃഷ്ണൻ നിഷേധിച്ചിരുന്നില്ല. ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ട് ഇല്ലെന്ന് മാത്രമായിരുന്നു മറുപടി. ആദ്യഘട്ട കുറ്റപത്രത്തിൽ സ്ഥാപനങ്ങളടക്കം 55 പ്രതികൾ ഉണ്ടായിരുന്നു. ജനം, കൊച്ചി. നേമം സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതെ ബാങ്ക് നടപടികൾ ഇടിയുന്നു. ബാങ്ക് മന്ദിരം ലേലം ചെയ്യണമെന്നും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നും ആവശ്യമുയർത്തി നിക്ഷേപകരും രംഗത്ത്. ബാങ്കിനെ വിശ്വസിച്ചവർക്ക് താൽക്കാലിക ആശ്വാസം ലഭിക്കുന്ന നടപടിക്രമങ്ങൾ ദ്രുതഗതിയിലാക്കണമെന്നും നിക്ഷേപകരുടെ ആവശ്യം. സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നതിന് കോടികൾ മുടക്കി നിർമ്മിച്ച ബാങ്ക് മന്ദിരം ലേലം ചെയ്യണമെന്നാണ് ആവശ്യം ഉയരുന്നത്. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ട് അംഗങ്ങളായ നിക്ഷേപകരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിക്കണമെന്നും ആവശ്യവും ശക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കും നിക്ഷേപകർ നിവേദനം നൽകി. ചികിത്സാ ചെലവുകൾക്കായി ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന 10 ലക്ഷം രൂപ മടക്കി ലഭിക്കാത്തതിനെ തുടർന്ന് ചികിത്സ ലഭിക്കാതെ കഴിഞ്ഞ ദിവസം ഒരു നിക്ഷേപകൻ മരണപ്പെട്ടിരുന്നു. നിക്ഷേപകരായ നിരവധി പേരുടെ ചികിത്സകളും മക്കളുടെ വിവാഹ ആവശ്യങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. സഹകരണ ഓഡിറ്റ് വിഭാഗം കൃത്യമായ രേഖകൾ ബാങ്കിൽ സൂക്ഷിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ ഓഡിറ്റ് പൂർത്തിയാക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. ബാങ്കിന്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ വൈകരുതെന്നും നിവേദനത്തിൽ നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.
ഭാര്യയും ഭർത്താവും പരസ്പരം ഊന്നുവടികളാകണമെന്ന സന്ദേശവും കോടതി ജാമ്യ ഉത്തരവിൽ എടുത്തു പറഞ്ഞു. വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിന്റെ അവസാനം ഇങ്ങനെ കുറിച്ചു: 88-കാരിയായ കുഞ്ഞേലിയെ 91-കാരനായ തേവൻ പരിപാലിക്കുമെന്നും കുഞ്ഞേലി തേവനെ പരിപാലിക്കുമെന്നും കോടതി പ്രതീക്ഷിക്കുന്നുവെന്നായിരുന്നു ആ വാക്കുകൾ. ജനം, കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി കാക്കി നാളെ ഇതേ സമയം. കാക്കി സൈനിങ് ഓഫ്.